എന്നാ ഞാൻ ഇറങ്ങട്ടെ ചെയ്യാ. ശരി ഏട്ടാ. രാധുവിനോട് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേക്ക്. അവളെ അവളെ ഞാൻ കാണാൻ നിൽക്കുന്നില്ല. നാളെ വരാം. ശരി അങ്കളെ. പിന്നെ ധാരമോള് അവളുടെ വരവിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? നാളെ വരുമെന്നാ പറഞ്ഞത്. എക്സാം കഴിഞ്ഞ് ഇന്ന് വൈകിട്ടത്തേക്ക് അവൾ എത്തും. അതുകൊണ്ട് രാവിലെ വരാനാ ബസ്സുച്ചൻ വിളിച്ചപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, അറിയാലോ. അറിയാം അങ്കളെ. എന്നാ ശരി ചെയ്യാ, ഇറങ്ങാം. വിളിക്കാം ഞാൻ. സിദ്ധുവേട്ടാ. ഹാ, എന്താനോ? എന്താ, എന്തെങ്കിലും വേണോ? ഹേയ് വേണ്ട, അച്ഛൻ വിളിച്ചിരുന്നു ലച്ചു എത്തിയെന്ന് പറയാൻ. അവരിന്ന് ഈവനിങ് തന്നെ വരുമെന്ന് പറഞ്ഞു. ലച്ചു, നീ കാര്യമായിട്ട് പറയുവാണോ? നീ ശരിക്കും പോകുവാണോ? അതെ, ഞാൻ വന്ന് കേറിയപാടെ അച്ഛൻ പറഞ്ഞതാ ഇന്ന് ഉച്ചയ്ക്ക് പോകുന്നു. ഹൈവ, ആഫ്റ്റർ 4 years. അടിപൊളി. അപ്പോ നിനക്കിനി നിന്റെ ചെക്കനെ കണ്ണുനിറയെ കാണാലോടി. ഒന്ന് പോടി, ഇവിടെ അങ്ങനെ കാണുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ നെഞ്ചടിക്കുക. അന്നത്തെ പ്രൊപ്പോസൽ സീനാ ഓർമ്മ വരുന്നത് തന്നെ. ഉണ്ണിയേട്ടൻ ഒന്നും പറഞ്ഞില്ല. നോക്ക് ലച്ചു, ഈ പ്രായത്തിൽ ഇതൊക്കെ സർവ്വസാധാരണയാ. ഏതൊരു പെണ്ണിനും മുതിർന്നൊരാണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം. അതല്ലാതെ ഇതിന് നീ വേറെ രീതിയിലും എടുക്കണ്ട. ഉണ്ണിയേട്ട, ഞാൻ നിനക്കിപ്പോ വയസ്സ് 16, എനിക്ക് 21. നീ കുഞ്ഞാണ് ലച്ചു. പ്രായത്തിൻ്റെതായ തോന്നലുകളാ ഇതൊക്കെ. അല്ല, ഞാനിതൊക്കെ ഒരു പ്രായത്തിന്റെ തോന്നലിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ണിയേട്ടന്. ഉണ്ട്, തോന്നുന്നുണ്ട്. ഞാൻ കളിതമാശയ്ക്ക് പറഞ്ഞതല്ല ഇതൊന്നും. എനിക്ക് തോന്നിയ ഇഷ്ടം അതൊരിക്കലും പ്രായത്തിലുണ്ടായ തോന്നലല്ല. എനിക്ക് ഉണ്ണിയേട്ടനെ ശരിക്കും ഇഷ്ടം, ഒരുപാട്. ലച്ചു, എന്നാ ഒരു കാര്യം ചെയ്. ഇപ്പൊ പഠിക്കേണ്ട പ്രായവാ, നീ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അതുമല്ല, നിനക്കൊരു ലക്ഷ്യമുണ്ട്. +2 കഴിഞ്ഞ് 5.5 വർഷം MBBSന്റെ ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞ് കൊടുക്കും റിസൾട്ട് വരുമ്പോ ഡോക്ടർ ദാര വാസുദേവ് എന്ന പേരും കൂടെ നല്ലൊരു റാങ്കും. എന്നിട്ടും നിനക്ക് അപ്പോൾ എന്നെ തന്നെയാണ് ഇഷ്ടമെങ്കിൽ ഈ പറഞ്ഞതിന്റെ ഉത്തരം ഞാൻ അപ്പോ തരാം. ശരി, ഒരു 7 വർഷം അത്രല്ലേ ഉള്ളൂ. ഞാൻ തെളിയിച്ചിരിക്കും എന്റെ സ്നേഹം ഒരു കുട്ടിക്കളിയല്ലെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കും. അതിനുശേഷം അങ്ങനെ എന്നോട് അടുത്ത് കണ്ട പരിചയം പോലും കാണിച്ചിട്ടില്ല. ഓർക്കുമ്പോ ഒരു ചെറിയ സങ്കടം. പോട്ടെ, അതൊക്കെ വിട്. ഇപ്പോ പുള്ളി പറഞ്ഞ പോലെ എക്സാം എല്ലാം കഴിഞ്ഞു. റാങ്ക് ഉണ്ടാകുന്ന നിനക്കുറപ്പുണ്ട്. ഇനി എന്താ, ധൈര്യമായിട്ട് ചെന്നങ്ങ് പറ. പറയണം. ഇനി ഇത്തവണ അങ്ങനെ എന്നെ റിജക്ട് ആക്കിയ ഭൂകം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി, അങ്ങയുടെ കൂടെ തന്നെ ഞാൻ എന്നെ കെട്ടിക്കും. നോക്കിക്കോ. ചേച്ചി, നിനക്ക് സുഖല്ലേ? കുഞ്ഞാൻ എന്തു പറയുന്നു? നിന്നെ ചവിട്ടുന്നുണ്ടോടി? ഒന്നടങ്ങ് പെണ്ണെ, വന്ന് കേറിയതല്ലേ ഉള്ളൂ, എല്ലാം പറയാം. അച്ഛാ, അമ്മേ, അകത്തേക്ക് വാ. ആ മോളെ. ജയനച്ച, ഇയാള് എപ്പെത്തി?
ദേ ഇപ്പൊ വന്നതേ ഉള്ള ചേട്ടാ. ലച്ചു നീ വാ. ഹാ ചേച്ചി. രാധമ്മ എവിടെ? കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ആദ്യം തന്നെ പുറത്തു വന്ന് നിൽക്കാണ്ട. അമ്മായി. അമ്മയ്ക്ക് വയ്യ മോളെ, തലവേദനയാ. കുഴപ്പമൊന്നുമില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറും. ഹോ ആണോ? അല്ല ഉണ്ണിയേട്ടൻ അവനൊരു സ്ഥലം വരെ പോയേക്കുക, വരും. ഓ അല്ല, നീ ഇങ്ങനെ വന്ന കാര്യം നിൽക്കാതെ ചെന്ന് ഫ്രഷ് ആകു കൊച്ചേ. ഞാൻ ചായ എടുക്കാം. ഓ ശരി ശരി. അച്ഛാ അമ്മേ, നിങ്ങളും ചെന്ന് ഫ്രഷ് ആകു. ആ ശരിടാ. സിദ്ധുവേട്ടാ, ഇനി എന്താ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും പറഞ്ഞ് അവൾ അവന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടാ മതി. ഞാൻ പറഞ്ഞ പോലെ ആ ഡയറി കൂടി അവിടെ വെച്ചേക്ക്. അവൾ എന്തായാലും അത് കാണാതിരിക്കില്ല, വായിക്കും. അവൾ എന്തായാലും എല്ലാം അറിയണം. അത് നമ്മൾ പറയുന്നതിനേക്കാളും അവൻ പറഞ്ഞ പോലെ അവൾ സ്വയം വായിച്ചറിയുന്നത് തന്നെയാ നല്ലത്. അവൾ എന്താണെന്ന് അവൾ അറിയണം. ശരി. അമ്മ. ആ എന്നതാടി? ആഹാ, നല്ല പണിയിലാണല്ലോ. ഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ ഒരു കാര്യം ചെയ്യൂ. എന്താ ചേച്ചി? മോളെ, ഉണ്ണിയുടെ മുറിയില് അവൻ ഇട്ടുമാറിയ ഡ്രസ്സ് കാണും. ഞാനത് എടുക്കാൻ മറന്നു. മോളൊന്ന് ചെന്ന് എടുത്തിട്ട് വരുമോ? ഞാനോ? പേടിക്കണ്ട, അവൻ അവിടെ ഇല്ല. ചെന്ന് എടുത്തിട്ട് വാ. ശരി. ഇവിടെ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ. ഇനി ഇതായിരിക്കോ? പേഴ്സണലോ? വായിക്കണോ? ഏയ് വേണ്ട. എന്തായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ എന്ത് പേഴ്സണൽ ആണെങ്കിലും ഞാൻ അറിയുന്നതിൽ തെറ്റില്ല. ഓൺലി ഹെർ. ഇത് ഞാനല്ലേ? അന്ന് ലേബർ റൂമിന്റെ മുന്നിൽ കുഞ്ഞാവയ്ക്ക് വേണ്ടി കാത്തു നിന്നപ്പോ അച്ഛൻ പറഞ്ഞിരുന്നു, അനുവിനെ പോലെ അനിയത്തിയായ ഒരാളും കൂടിയെന്ന്. മെയ് 25 കുഞ്ഞാവ ജനിച്ചു. അനുവിനും സിദ്ധുവിനും അനിയത്തിയായിരുന്നു. എന്നാൽ എനിക്കെന്തോ എന്റെ മനസ്സിന് അങ്ങനൊരു ബോണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. ഓരോ വർഷം കടന്നു പോകുമ്പോഴും എന്നോടൊപ്പം അവളും വളർന്നു വന്നു. അനിയത്തില്ലെങ്കിൽ പിന്നെന്താ? ആരാ അവളെന്റെ? ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു ഓരോ ദിവസവും. അന്ന് ഞാൻ +2-ലായിരുന്നു. ഇത്ര നാളും അവളോട് എനിക്ക് എന്താ എന്ന് മനസ്സിലാക്കാൻ അത്രയും ടൈം എടുത്തു. അതെ, അവൾ എനിക്ക് ഒരിക്കലും ഒരു അനിയത്തിയല്ലായിരുന്നു. She is my love of life, my
one and only her. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ മൊമെന്റ്സിലും ഞാൻ അവളെ നോക്കിക്കണ്ടത് എന്റെ പെണ്ണെന്ന തോട്ട്സിലായിരുന്നു. അവൾക്ക് 16 വയസ്സുള്ളപ്പോഴാ എന്നെ ഇഷ്ടാണെന്ന് അവൾ എന്നോട് പറയുന്നത്. മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചെങ്കിലും അന്ന് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അവളുടെ പ്രൊപ്പോസല് ഞാൻ റിജക്ട് ആക്കി. പാവം, അതിനൊരുപാട് ഹേർട്ടായി തോന്നുന്നു. എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടാണെന്ന്. മനസ്സിലുള്ളത് നിനക്കങ്ങനെ പറയാറുന്നില്ലേ? അന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും അവളോട് അങ്ങനെ പറയേണ്ടി വന്നു. കാരണം എന്താ? പിന്നീട് അങ്ങോട്ട് അവളോട് ഒരുമാതിരിയായിരുന്നു മിണ്ടിയത് മുഴുവൻ. എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളെനിക്ക് ശല്യാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്റെ പെരുമാറ്റം മുഴുവൻ. എനിക്കറിയാം അതവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന്. ഉണ്ണിയേട്ടാ, എന്താ? അത് അമ്മായി വരാൻ പറഞ്ഞു. ആ, ഞാൻ വന്നോളാം. ഉണ്ണിയേട്ടാ, എന്തിനെന്നോട് മാത്രം എങ്ങനെ? എന്താ പെണ്ണെ നിനക്ക്? ഒരു തൊഴിലും തരാതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തോളാന്ന് വല്ല നേർച്ചും നേർന്ന് വെച്ചിട്ടുണ്ടോ? എന്തു പറഞ്ഞാലും ഒലിപ്പിക്കാൻ കുറച്ച് കണ്ണീരുണ്ടല്ലോ. ഒന്നിറങ്ങി പോകുന്നുണ്ട് എന്റെ മുറിന്ന്. എന്ത് പണിയാണോ നീ കാണിക്കണേ? അതിനോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? നിനക്കറിയൂടെ അതിന് നിന്നെ എത്ര കാര്യമാണെന്ന്? ആ, എനിക്കറിയത്തില്ല. ഞാൻ പോകുക പഠിക്കാൻ. അമ്മ, ഞാൻ ഇറങ്ങാം. ഈ ചെക്കൻ ഇതെന്താ? വട്ട് അല്ലാതെന്താ? വേണ്ട. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതവളെ നന്നായി വേദനിപ്പിച്ചിരുന്നു. എനിക്കറിയാം, ചിലപ്പോ എന്നെ വെറുക്കാൻ അത് തന്നെ മതിയാകും. എന്റെ മനസ്സ് വേദനിക്കുന്നതിൽ ഇത്ര കെയർ കാണിക്കുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊക്കെ? അവള് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോ മനസ്സിലെന്തോ കല്ല് കയറ്റി വെച്ച പോലെയായിരുന്നു. അതുകൊണ്ടാ വീട്ടില് കള്ളം പറഞ്ഞ് ഞാനും ബാംഗ്ലൂർക്ക് പോയത്. എന്റെ പൊന്ന് ധാരെ, ഒന്ന് വരുന്നുണ്ടോ നീ? ബസ് ഇപ്പൊ പോകും. ദാ വരുവാ. അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി. അവളറിയാതെ അവളുടെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വരാം ഞാൻ നീലാറ്റലോടലാ. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്റെ ജീവനായി ഞാൻ കണ്ട ഒരേയൊരാൾ അത് അവളായിരുന്നു. അവള് മാത്രം.
പക്ഷേ അവളെ എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. എന്താ? അവളിഷ്ടാണെന്ന് പറയുന്നതിന്റെ 2 മാസം മുന്നാ ഞാൻ അറിയുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നും അതിന്റെ 3rd സ്റ്റേജ് ആണെന്നും. അധികകാലിൽ നിന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അന്ന് ഒരുപാട് കരഞ്ഞു, ആദ്യമായിട്ടും അവസാനമായിട്ടും. അന്ന് അവളെ റിജക്റ്റ് ആക്കിയപ്പോ ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അവൾ എന്നോട് പറഞ്ഞത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് അവളുടെ ലൈഫ് നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഒരൊറ്റ ആഗ്രഹം മാത്രം, അവളുടെ സ്വപ്നം നിറവേറുന്നത് വരെ അത് കാണാൻ ഞാൻ ഉണ്ടാക്കണം. അതുകൊണ്ട് പരമാവധി പിടിച്ചു നിന്നു. അവളുടെ എക്സാം കഴിയുന്നെന്ന് അവൾ എന്റെ വീട്ടിൽ തന്നെ വരും. പക്ഷേ വരുമ്പോൾ ഞാൻ അവിടെ കാണില്ല. ഈ ബുക്ക് അവളുടെ കയ്യിലെത്തുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും. നീ വാ. വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കള ഏതോ ഒരു വിധിയാ മുന്നിൽ ഇരുൾ മൂടിയാ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ അരുവോളം വഴിയോരം തിരിയാവാം ഞാൻ. ഞങ്ങള് പോലും അറിഞ്ഞത് അവൻ പോയതിനു ശേഷം മോളെ. നിന്റെ എക്സാം കഴിയുന്നവരെ എന്ത് പറ്റിയാലും ഒന്നും അറിയിക്കരുതെന്ന് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞങ്ങള് മോളെ ലച്ചു, എനിക്കെന്റെ ഉണ്ണിയേട്ടനെ കാണണം. ലച്ചു, എനിക്ക് കാണുന്നില്ല പറഞ്ഞത്. എനിക്ക് കാണോ, എന്നാലും കൊണ്ടുപോയി എനിക്ക് കാണോ. ലച്ചു, ഞാൻ കൊണ്ടുപോകാം. സിഗ്നേട്ടാ, അവളെ കാണിക്കണം. നീ വാ. ചെല്ല്. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരി ചന്തമിഴും ഈറൻറാവുകളും മുന്തിരി ചുണ്ടുകളും ും